അസ്സലാമലൈക്കും. അങ്ങനെ ഞാൻ നാട്ടിൽ നിന്നും തിരിച്ചു മെട്രോ സിറ്റിയിലെത്തി. ഈ മെട്രോ സിറ്റിയുടെ വിശേഷങ്ങളിലേക്കാണ്. അങ്ങനെ ഞങ്ങളന്ന് നോമ്പ് തുറക്ക് പുറത്താണ് പോയത്. പുറത്തൊരു ഇഫ്താർ മീറ്റ് കൂടാൻ കരുതി. അങ്ങനെ നമ്മുടെ ആലുവ റോഡിൽ കമ്പനി സുൽത്താൻ വീട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൻ്റെ കൊച്ചിയിൽ ആരെങ്കിലും ഈ റമദാനിൽ വരികയാണെങ്കിൽ ഈ കമ്പനിപ്പടി ആലുവ റോഡിലുള്ള സുൽത്താൻ വീട്ടിൽ വന്നാൽ മതി. എല്ലാതര റമദാൻ ആംബിയൻസോട് കൂടി നിങ്ങൾക്ക് അവിടെ നല്ലൊരു ഇഫ്താർ മീറ്റ് കൂടാം. അപ്പോൾ ഞങ്ങൾ അവിടെ വന്ന് അവിടെ നിന്നായിരുന്നു അന്നത്തെ നോമ്പ് തുറ. അടിപൊളി വൈബാണ്. നല്ല ഒരു റമദാൻ ആംബിയൻസ് ആണ്. അവിടെ എല്ലാ സൗകര്യങ്ങളും നമ്മൾക്ക് ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങളവിടെ എല്ലാതരം ഫുഡുകളും ഉണ്ട് കേട്ടോ. റമദാനിലെ ആയിട്ട് ഒരുക്കുന്നതാണ്. നോമ്പുള്ള എല്ലാതരം വിഭവങ്ങളും അവിടെ ഉണ്ട്. ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇതല്ലേ ഫസ്റ്റ് റമദാൻ കോംബോ ആണ്. ഇതെന്താ തരിയോ? പായസമല്ല, തരിക്കഞ്ഞിയാണ്. ജ്യൂസ് പിന്നെന്തെന്താ പിന്നെ നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. ലേഡീസിന് നമസ്കരിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. അങ്ങനെ നമസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പിന്നെ പോയി. അവിടെ നിന്ന് ഫുഡ് നമ്മൾക്ക് ഇഷ്ടമുള്ള ഫുഡ് എടുക്കാം. നോമ്പ് കാരണം അധികം ഭക്ഷണമൊന്നും കഴിക്കാനൊന്നും കഴിയില്ല. പക്ഷേ നമുക്ക് എന്താണോ താല്പര്യം എന്ന് വെച്ചാൽ അത് സെർവ് ചെയ്യാം. അതിന് ഗോതമ്പിൻ്റെ ആലീസ എടുത്തു ഞാൻ. പിന്നെ പത്തിരി എടുത്തു. പത്തിരി ആണ് എടുത്തത്. പൊറാട്ട എനിക്ക് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ പൊറാട്ട എടുത്തില്ല. പത്തിരി എടുത്ത്. പിന്നെ ബിരിയാണി ഉണ്ട്, ഗീ റൈസ് ഉണ്ട്. ബിരിയാണി ആണ് കുറച്ചെടുത്ത്, ഗീ റൈസ് എടുത്തില്ല. കുറച്ച് ബിരിയാണി എടുത്തു. പിന്നെ കറികൾ എല്ലാ ഐറ്റംസും ഉണ്ട്. ബീഫുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്. കുറച്ച് ചിക്കൻ ഫ്രൈ എടുത്തു. പിന്നെ ബീഫ് കറി വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ മട്ടൻ കറി എടുത്തു. മട്ടൻ കറിയാണ് ബീഫിനേക്കാളും ഇഷ്ടം, അപ്പോൾ മട്ടൻ കറി എടുത്തു. പിന്നെ ഫിഷ് കറി ഉണ്ട്. പിന്നെ കുറച്ച് മന്തി എടുത്തു. എല്ലാം കൂടെ ഒരു പ്ലേറ്റിലായപ്പം പിന്നെ തിന്നാനും വയ്യാതായി. അല്ലെങ്കിലും റമദാനിൽ ഇഫ്താർ മീറ്റിലൊക്കെ പോവുകയാണെങ്കിലും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നമ്മൾ കോംബോ ഒക്കെ സെറ്റ് ചെയ്താലും ആവശ്യത്തിൽ കൂടുതൽ ഫുഡ് ഉണ്ടാവും. നമ്മൾക്ക് കഴിക്കാനൊന്നും പറ്റില്ല. നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെ പോലും റമദാനിൽ നോമ്പ് തുറന്നാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ കഴിയില്ല. പക്ഷെ അവിടെ ഉള്ളതിന് എല്ലാം എടുത്തു കൊണ്ടുവച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഐറ്റംസുകളെല്ലാം കണ്ടിട്ട് ഇത്രയും വിഭവങ്ങൾ പകുതിയിലേറെ ഫുഡ് കഴിക്കാൻ കഴിയില്ല. പക്ഷേ നല്ല ആംബിയൻസ് ആണ്. അപ്പം കൊച്ചിയിൽ വരുന്നവരാരായാലും ഈ ആലുവ റോഡിൽ കമ്പനിപ്പടി റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് എല്ലാവിധ റമദാൻ വൈബോട് കൂടിയിട്ട്